ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ 3ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഇൻ ഹാർമണി എന്ന പാഠഭാഗത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ 2 യൂണിറ്റ് ഇംഗ്ലീഷിൽ പഠിച്ചു. നമ്മുടെ ഓണം എക്സാം ഒക്കെ കഴിഞ്ഞു, എല്ലാവർക്കും നല്ല മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് 3ാമത്തെ യൂണിറ്റ് ആണ് നോക്കാനുള്ളത്. യൂണിറ്റിൻ്റെ പേരെന്താണ്? ഇൻ ഹാർമണി. ഹാർമണി എന്ന് പറഞ്ഞാൽ ഐക്യം എന്താണ് മലയാളത്തിൽ. ഓക്കെ, ഇവിടെ 1ാമത്തെ ചിത്രം നോക്കൂ. ഇവിടെ എന്താണ്? ഒരു കാക്ക അല്ലെ, കാക്കയും അതിൻ്റെ കുഞ്ഞുങ്ങളും കൂടെ ഭക്ഷണം കഴിക്കുക എന്നൊക്കെ കഥ പറയുന്ന ഒരു ചിത്രമാണ് തന്നിട്ടുള്ളത്. അതിന് താഴെ നോക്കൂ, കുറച്ച് ഒരു നായയും അതിൻ്റെ കുട്ടികളുമാണ് ഉള്ളത് അല്ലേ. അപ്പം അവരുടെ ആ ഒരു കെയറിംഗ് ഒക്കെയാണ് നമുക്കിവിടെ കാണുന്നത്. ഇതിന് താഴെ നമുക്കൊരു കോട്ട് തന്നിട്ടുണ്ട്, നമുക്ക് വായിക്കാം. ഹാപ്പിനെസ് ഈസ് വെൻ വാട്ട് യു തിങ്ക്, വാട്ട് യു സേ ആൻഡ് വാട്ട് യു ഡു ആർ ഇൻ ഹാർമണി. എന്താണ് ഹാപ്പിനെസ്? ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ സന്തോഷം. സന്തോഷം എന്ന് പറയുന്നത് വെൻ വാട്ട് യു തിങ്ക്, നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, വാട്ട് യു സേ എന്താണോ പറയുന്നത്, അതുപോലെ തന്നെ വാട്ട് യു ഡു എന്താണോ ചെയ്യുന്നത്, എങ്ങനെ ആർ ഇൻ ഹാർമണി വളരെ ഐക്യത്തോടു കൂടിയിട്ടും വളരെ അതിനോടുള്ള ഒരു ഇഷ്ടത്തോടു കൂടിയിട്ടും നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് അവിടെ ഹാപ്പിനെസ് ഉണ്ടാവുക, സന്തോഷം ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ആര് പറഞ്ഞതാ കുട്ടികളെ? മഹാത്മാഗാന്ധി പറഞ്ഞതാണ് അല്ലേ. അപ്പം നമ്മൾ അറിയേണ്ടത്, നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ഹാപ്പിനെസ് കണ്ടെത്തണം അല്ലേ. ആരെങ്കിലും നമ്മളെ ചീത്ത പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ദേഷ്യം പിടിക്കാൻ പാടുമോ? ഇല്ല. അതെന്താണ്? അത് അവർ നമുക്ക് വേണ്ടിയിട്ട് നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചീത്ത പറയുക അല്ലേ. അപ്പം അമ്മമാരൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വേണ്ടിയിട്ടാണെന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ അതെന്താണ്? നമ്മുടെ ഗുഡ്നെസ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് അവിടെ ഹാപ്പിനെസ് ആണ് കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നേരെ പാഠഭാഗം നോക്കാം. അതിന് മുന്നായിട്ട് ഹു ആർ ഇഡൻ ഇൻ ദിസ് പിക്ചർ, ഫൈൻഡ് ഔട്ട് ആൻഡ് കളർ ദം. താഴെ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. ഇത് കളർ കൊടുത്താൽ നിങ്ങൾക്ക് കുറച്ച് ഫ്രണ്ട്സിനെ ഇവിടുന്ന് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആരൊക്കെയാണെന്നാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. ഇനി പാഠഭാഗം നോക്കാം. റോക്കി ദ പപ്പി. റോക്കി ദ പപ്പി വാസ് റെസ്റ്റിംഗ് അണ്ടർ എ ട്രീ. റോക്കി എന്ന് പറയുന്നത് ഒരു പപ്പിയാണ്. പപ്പി എന്ന് പറഞ്ഞാൽ ഒരു നായക്കുട്ടിയാണ്. അതെന്താ ചെയ്യുന്നത്? വാസ് റെസ്റ്റിംഗ് അണ്ടർ എ ട്രീ, ഒരു മരത്തിന്റെ താഴെയായിട്ട് റെസ്റ്റ് എടുക്കുകയാണ്. ഈ ഹാഡ് ജസ്റ്റ് എൻജോയ്ഡ് എ യമ്മി മീൽ. അത് നല്ല രുചിയുള്ള, യമ്മി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉള്ള, നല്ല രുചിയുള്ള ഭക്ഷണം കഴിച്ച് എൻജോയ് ചെയ്തിട്ട് അവിടെ കിടക്കുകയാണ്. പീസ് ബുസ്ഡ് അറൌണ്ട് ഹിസ് ഹെഡ്. പീസ് എന്ന് പറഞ്ഞാൽ തേനീച്ച ഇങ്ങനെ പുസ് ചെയ്യുന്നുണ്ട്. പുസ് ചെയ്യാൻ അങ്ങനെ മൂളിയിട്ട് അതിൻ്റെ തലയുടെ മുകളിലൂടെ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ. എന്താ പറയുന്നത്? നീ എന്നെ ഇറിറ്റേറ്റ് ചെയ്യല്ലേ, എന്നെ ശല്യപ്പെടുത്തല്ലേ എന്ന് പറയാണ്. റോക്കി ക്ലോസ്ഡ് ഹിസ് ഐസ്. അതും പറഞ്ഞുകൊണ്ട് റോക്കി അവൻ്റെ കണ്ണുകൾ അടച്ചു. സ്ലോലി ഹി ഫെൽ അസ്ലീപ്പ്. അങ്ങനെ അവർ പതുക്കെ ഇങ്ങനെ ഉറക്കത്തിലേക്ക് ഇങ്ങനെ പോവുകയാണ്. എ ക്രോ വാസ് വാച്ചിങ് എവ്രിതിങ്. അപ്പോൾ ഒരു കാക്ക ഇതെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. ഷീ ഫ്ലോ അറൌണ്ട് ദ പീസ്. അങ്ങനെ അതെന്ത് ചെയ്തു? ആ ഒരു പീസിന്റെ അടുത്തേക്ക് വന്നു. റോക്കി വോക്ക് അപ്പ്. അപ്പോൾ റോക്കി വീണ്ടും എഴുന്നേറ്റു. എന്നിട്ട് ഡോൺ അനോയ് മീ ഹി സേഡ്. അവൻ പറഞ്ഞു ഡോൺ അനോയ് മീ. അനോയ് എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിപ്പിക്കുക, എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ എന്ന് പറഞ്ഞു. വാട്ട് വിൽ റോക്കി ഡു? എന്നിട്ട് എന്താ റോക്കി ചെയ്തത് നമുക്ക് നോക്കാം അല്ലേ. ദ ചേസ്, പിടുത്തം. ചേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിടിക്കാൻ പോകുന്നതിനെയാണ് ചേസ് എന്ന് പറയാം. റോക്കി വാസ് എ കാറ്റ് ചേസിങ് എ സ്ക്യൂരൽ. എന്താണ്? റോക്കി അപ്പോഴാണ് ഒരു കാറ്റ് ഒരു സ്ക്യൂരലിനെ പിടിക്കാൻ പോകുന്നത് കണ്ടത്. ഹി തോട്ട് ഓഫ് ഹാവിങ് സം ഫൺ. അപ്പോൾ അവനക്ക് കുറച്ച് തമാശ തോന്നി. ഹി ചേസ് ദ കാറ്റ്. അങ്ങനെ എന്ത് ചെയ്തു? അവനെ ആ കാറ്റിനെ ചേസ് ചെയ്തു, ആ കാറ്റിനെ പിടിച്ചു. ലീവ് മീ, ലെറ്റ് മീ ക്യാച്ച് ദ സ്ക്യൂരൽ, ദ കാറ്റ് ഹിസ്ഡ് അറ്റ് ഹിം. എന്താണ്? അപ്പോൾ പറഞ്ഞു എന്നെ വിട്, എനിക്ക് ആ ഒരു സ്ക്യൂരലിനെ പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതെന്ത് ചെയ്യാണ്? അതിനെ അടിക്കുകയാണ്. ബൈ ദെൻ ദ സ്ക്യൂരൽ ഹാഡ് എ ക്ലിംഡ് അപ്പ് എ ട്രീ. അത് കേട്ടപ്പോൾ അപ്പോഴാണ് നമ്മുടെ സ്ക്യൂരൽ അത് കേട്ടത്. അത് പെട്ടെന്ന് തന്നെ മരത്തിന്റെ മുകളിലേക്ക് ചാടി കയറി. ചിൽ 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 ഇറ്റ് മോക്ക്ഡ് ദ കാറ്റ്. അത് കാറ്റിനെ നോക്കിയിട്ട് ചിൽ ചിൽ എന്ന സൗണ്ട് ഉണ്ടാക്കിയിട്ട് പോയി. ദ കാറ്റ് ഓൾസോ ക്ലിംഡ് അപ്പ്. അപ്പം എന്ത് ചെയ്തു? ഇത് സ്ക്യൂരൽ കയറിയപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കാറ്റും മരത്തിൽ കയറുകയാണ്. റോക്കി സ്റ്റുഡ് ബിലോ ആൻഡ് ലുക്ക് അറ്റ് ദ കാറ്റ്. റോക്കി അവിടെ നിന്നുകൊണ്ട് ആ ഒരു കാറ്റിനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. വാട്ട് വിൽ ദ കാറ്റ് സേ ടു റോക്കി? അപ്പം എന്തായിരിക്കും കാറ്റ് പറഞ്ഞിട്ടുണ്ടാവുക കൂട്ടുകാരെ? എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. നീ എന്നെ പിടിച്ചോണ്ടാണ് എനിക്ക് സ്ക്യൂരലിനെ പിടിക്കാൻ പറ്റാത്തത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ദ കെയറിംഗ് ക്രോ. വളരെ സംരക്ഷണയുള്ള ഒരു ക്രോനെ കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. ദ സ്ക്യൂരൽ ഡിസപ്പിയേർഡ് എമംഗ് ദ ലീവ്സ്. അങ്ങനെ സ്ക്യൂരൽ ആ ഒരു മരത്തിൽ കയറിയപ്പോൾ പിന്നെ ലീവ്സിന്റെ ഇടയിൽ, ഇലകൾക്കിടയിൽ അതിനെ കാണാതെയായി. ദ കാറ്റ് ലുക്ക് ഡൗൺ. കാറ്റ് നേരെ താഴേക്ക് നോക്കി. ഹി സോ റോക്കി ട്രൈങ് ടു ക്ലൈംബ് അപ്പ് ദ ട്രീ. അപ്പോഴാണ് എന്ത് കണ്ടത്? കാറ്റ് കണ്ടത് റോക്കിയും ആ മരത്തിൽ കയറാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നതായിട്ട് കണ്ടു. ദ കാറ്റ് ജംപ് ഡൗൺ ആൻഡ് എസ്കേപ്ഡ്.
അങ്ങനെ കാറ്റ് വേഗം തന്നെ ജമ്പ് ചെയ്തു, മുകളിലേക്ക് ജമ്പ് ചെയ്തിട്ട് എസ്കേപ്പായി, അവിടെ നിന്നും രക്ഷപ്പെട്ടു. ദ ക്രോ സോ ഇറ്റ്, അതെല്ലാം ആര് കാണുന്നുണ്ട്? ക്രോ കാണുന്നുണ്ടായിരുന്നു. ഹെർ റെസ്റ്റ് വാസ് ഓൺ ദ ട്രീ, അതെന്തായിരുന്നു? അതിന്റെ നെസ്റ്റ് എന്ന് പറയുന്നത് ആ ട്രീയുടെ മുകളിലായിരുന്നു. ഹെർ ചിക്സ് വേർ ഇൻ ഇറ്റ്, അതിന്റെ ചിറകുകളും അവിടെ തന്നെയായിരുന്നു. ഷീ വാസ് അഫ്രൈഡ്, അത് വളരെയധികം പേടിച്ചു. ഷീ സ്റ്റാർട്ടഡ് എ സർക്ലിംഗ് അറൌണ്ട് റോക്കി, അതെന്ത് ചെയ്തു? റോക്കിയുടെ ചുറ്റും വട്ടം കറങ്ങാൻ വേണ്ടി തുടങ്ങി. റോക്കി സ്റ്റുഡ് അപ്പ് ഓൺ ഹിസ് ഹിൻഡ് ലെഗ്സ്, അങ്ങനെ റോക്കി എന്ത് ചെയ്തു? അതിനെ ഇങ്ങനെ തട്ടി മാറ്റാൻ വേണ്ടി നോക്കുകയാണ്. വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്, പിന്നെ എന്താ ഉണ്ടായത് നോക്കാം. ദ ഹംഗ്രി ക്രോ, വളരെ വിശപ്പുള്ള കാക്ക. റോക്കി വാക്ക്ഡ് ബാക്ക്, റോക്കി അങ്ങനെ ബാക്കിലേക്ക് നടന്നു. ഓൺ ദ വേ ഹി ഗോട്ട് എ ബോൺ, അങ്ങനെ നടന്നപ്പോഴാണ് അതിനൊരു ബോൺ കിട്ടിയത്. ബോൺ എന്ന് പറഞ്ഞാൽ ഒരു എല്ല് കിട്ടിയത്. ഹി സാറ്റ് ഓൺ ദ ഗ്രാസ് ആൻഡ് സ്റ്റാർട്ടഡ് ച്യൂയിങ് ഇറ്റ്, എന്താണ് അത്? ഒരു പുല്ലിലിരുന്നു കൊണ്ട് ഇതിനിങ്ങനെ ചവക്കാൻ വേണ്ടി തുടങ്ങി. വാവ് മഞ്ചി ഊഷ്, ഹി ക്ലോസ് ഹിസ് ഐസ് ഇൻ ജോയ്, അതിങ്ങനെ എന്താ പറയുക, അങ്ങനെ ചവക്കുമ്പോൾ വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ട് അതിങ്ങനെ എൻജോയ് ചെയ്തിട്ട് പറഞ്ഞു വാവ് മഞ്ചി ഊഷ്, അങ്ങനെ ടേസ്റ്റ് ഉള്ളതാണ് എന്നുള്ള അർത്ഥത്തിൽ അതിൻ്റെ ഭാഷയിൽ ഇങ്ങനെ പറഞ്ഞു. ദ ക്രോ വാസ് ഒബ്സർവിങ് ദ സീൻ, അപ്പോൾ ഇതൊക്കെ ആര് കാണുന്നുണ്ട്? നമ്മുടെ കാക്ക കാണുന്നുണ്ട്. ഷി വാസ് വെരി ഹംഗ്രി, അത് വളരെയധികം വിശപ്പുള്ള ഒരു കാക്കയായിരുന്നു. ഷീ സ്നാച്ച്ഡ് ദ ബോൺ ആൻഡ് ഫ്ലൂ അവേ, അത് ആ ഒരു ബോണ് പിടിച്ചിട്ട് അതിൻ്റെ ചിറകൾക്കിടയിൽ വെച്ചിട്ട് വേഗം തന്നെ പറന്നുപോയി. ഓ യു നോട്ടി ക്രോ, റോക്കി ബാക്ക്ഡ്. പിന്നെ റോക്കി ചോദിക്കുകയാണ്, നീ നോട്ടി ആയിട്ടുള്ള, വളരെ നോട്ടി ആയിട്ടുള്ള കാക്കയാണോ? ഹി ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു, എന്താണ് നീ ചെയ്തതെന്ന് അതിനറിയില്ല. ഹി ജംപ്ഡ് അപ്പ് ആൻഡ് ഡൗൺ സെവറൽ ടൈം, അതിങ്ങനെ അത് പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചാടി കുറേ തവണ. ഹി സ്ക്രാച്ച്ഡ് ഹിസ് ഹെഡ് ആൻഡ് റോൾഡ് ഇൻ ദ മഡ്, അപ്പം എന്താ ചെയ്തത്? അതിങ്ങനെ ചാടിയാൽ നമുക്ക് കാക്കനെ പിടിക്കാൻ പറ്റുമോ? റോക്കിക്ക് ഇല്ല, അങ്ങനെ അത് ആ ഒരു മണ്ണിലേക്ക് പൂന്ന് വീഴുകയാണ് ചെയ്യുന്നത്. സ്ലോലി ഹി കാം ഡൗൺ, അങ്ങനെ പതുക്കെ അതിന് മനസ്സിലായി ഇതെനിക്ക് കിട്ടാൻ പോകുന്നില്ല എന്നുള്ള ഇത് മനസ്സിലായപ്പോൾ അത് കാം ഡൗൺ ആയിട്ട് വളരെ ശാന്തതയോടെ നിന്നു. Then Rocky barked aloud and jumped up and down several times. Why? എന്തുകൊണ്ടാണ് റോക്കി ഒരുപാട് തവണ ജമ്പ് ചെയ്തിട്ട് അത് കിട്ടാതിരുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. ദ ഹെവി റെയിൻ, നല്ല മഴ. സഡൻലി ദ ബ്ലൂ സ്കൈ ഗ്രൂ ഡാർക്ക്, പെട്ടെന്ന് തന്നെ സ്കൈ, ബ്ലൂ സ്കൈ, നല്ല നീല നിറമുള്ള സ്കൈ പെട്ടെന്ന് തന്നെ ഡാർക്കായി. ദ വിൻഡ് ഹൗൾഡ്, പെട്ടെന്ന് ഒരു കാറ്റും വന്നു. എ ഹെവി തണ്ടർ ഷുക്ക് ദ ഗ്രൗണ്ട്, അതുപോലെ തന്നെ എന്താണ്, വളരെ പെട്ടെന്ന് തന്നെ ഹെവി തണ്ടർ, ഇടി മിന്നലും ഒക്കെ വന്നു. ഇടി വന്നു. ഇറ്റ് സ്റ്റാർട്ട് ടു റെയിൻ, അങ്ങനെ മഴ പെയ്യാൻ വേണ്ടി തുടങ്ങി. ക്രാ ക്രാ ദ ക്രോ കൗഡ് അലൗഡ്, അങ്ങനെ കാക്ക എന്ത് ചെയ്തു? ക്രാ ക്രാ എന്നും പറഞ്ഞ് ഇങ്ങനെ കരയാൻ വേണ്ടി തുടങ്ങി. ഷീ സോ ഹെർ നെസ്റ്റ് സ്വോയിങ് ഇൻ ദ വിൻഡ്, അപ്പോഴാണ് എന്ത് കണ്ടത്? അതിൻ്റെ നെസ്റ്റ്, നമ്മുടെ കാക്കയുടെ കൂട് ഇങ്ങനെ കാറ്റിൽ ഇങ്ങനെ ആടി ഉലയാൻ വേണ്ടി തുടങ്ങി. സൂൺ ദ ബ്രാഞ്ചസ് ബ്രോക്ക് ആൻഡ് ദ നെസ്റ്റ് ഫെൽ ഡൗൺ, പെട്ടെന്നാണ് ആ ഒരു ബ്രാഞ്ച്, ആ ഒരു നെസ്റ്റ് ഇരിക്കുന്ന ബ്രാഞ്ച് ഒടിഞ്ഞ് താഴേക്ക് വീണു. വാട്ട് വിൽ ഹാപ്പൻ ടു ദ ചിക്സ്, അപ്പോൾ എന്താണ് അതിൻ്റെ ചിക്സിന് ഉണ്ടായത്, അതിൻ്റെ കുട്ടികൾക്ക് ഉണ്ടായത് എന്ന് നോക്കാം. ഹെൽപ്പിൻ ദ ഹെൽപ്ലെസ്. കിയോ കിയോ റോക്കി ഹേർഡ് ദ എ സൗണ്ട്, അങ്ങനെ റോക്കി അപ്പോഴാണ് ആ സൗണ്ട് കേട്ടത്. എന്ത് സൗണ്ടാണ്? കിയോ കിയോ എന്ന സൗണ്ട് കേട്ടത്. ഹി സോ ദ ചിക്സ് ലേയിങ് ഓൺ ദ ഗ്രൗണ്ട്, അപ്പോൾ എന്താണ് അത് നോക്കുമ്പോൾ നമ്മുടെ കാക്കയുടെ കുട്ടികളൊക്കെ, ചിക്സ് ഒക്കെ എവിടെയാണ്? താഴെ വീണ് കിടക്കുകയാണ്. ഹി ഫെൽറ്റ് പിറ്റി ഫോർ ദം ആൻഡ് വാക്ക്ഡ് ടുവേർഡ്സ് ദ നെസ്റ്റ്, അതിന് വളരെയധികം ഇത് വിഷമം തോന്നിയിട്ട് അത് ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദ ചിക്സ് വേർ എ ഡ്രെൻച്ച്ഡ് ഇൻ ദ റെയിൻ, ആ ഒരു റെയിനിൽ, ഈ മഴയിൽ ഈ കുട്ടികളൊക്കെ ആകെ നനഞ്ഞിട്ടുണ്ട്. കിയോ കിയോ ദേ ക്രൈ ബിക്കെയിം ലൗഡർ, അങ്ങനെ അത് ഭയങ്കര ശബ്ദം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കിയോ കിയോ എന്ന് പറഞ്ഞുകൊണ്ട് കരയാണ് അല്ലേ. ദേ വർ ഷിവറിങ്, അതിങ്ങനെ മഴക്കെ നനഞ്ഞിട്ട് ഇങ്ങനെ വിറക്കുന്നുണ്ട്. ഡോണ്ട് വറി ഡിയേഴ്സ്, റോക്കി കൺസോൾഡ് ദം, അങ്ങനെ റോക്കി പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതിനിങ്ങനെ കൺസോൾഡ് ചെയ്യുകയാണ്, അഥവാ ആശ്വസിപ്പിക്കുകയാണ്. ഹെൽപ്പ് മീ റോക്കി ഹേർഡ് എ ക്രൈ, അങ്ങനെ റോക്കി ഹെൽപ്പ് മീ എന്ന് പറഞ്ഞുകൊണ്ട് കരയാൻ വേണ്ടി തുടങ്ങി. ഹി ടേൺ ടുവേർഡ്സ് ദ സൗണ്ട്, അങ്ങനെ എന്താണ് അത് ആ ശബ്ദം കേട്ട ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും തിരിഞ്ഞു നോക്കി. ഹി സോ ദ മദർ ക്രോ കോട്ട് അണ്ടർ എ ഫോളൻ ബ്രാഞ്ച്, അപ്പോഴെന്താ ഉണ്ടായത്?
അവിടെ നോക്കിയപ്പോഴാണ് ആ മദർ ക്രോ, ആ ഒരു അമ്മ കാക്കയില്ല, അത് താഴെ വീണ് കിടക്കുന്നതായിട്ട് കണ്ടത്. ആ ഒരു ബ്രാഞ്ച് വീണപ്പോൾ അത് അതിൽ വീണ് കിടക്കുകയാണ്. ഇസ് ഹേർഡ് എ മെൽറ്റഡ്. റോക്കി ട്രൈ ടു മൂവ് ദ ബ്രാഞ്ചസ്, ഇറ്റ് വാസ് ഹെവി. അങ്ങനെ റോക്കി എന്ത് ചെയ്തു, ആ ഒരു മരം അതിൻ്റെ മേലെ നിന്നിട്ട് മാറ്റാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ഇറ്റ് വാസ് ഹെവി, ഭയങ്കര ഹെവിയാണ്, ഭയങ്കര കനുണ്ട്. അപ്പോൾ റോക്കിക്ക് മാറ്റാൻ പറ്റുന്നില്ല. ഹി പുൾഡ് ഇറ്റ് വിത്ത് ഓൾ ഹിസ് സ്ട്രെങ്ത്. അതെന്ത് ചെയ്തു, അത് മുഴുവൻ ശക്തി എടുത്തിട്ട് ഇതിനെ പുള്ള് ചെയ്തു, അങ്ങോട്ട് മറിച്ചിടാൻ വേണ്ടി നോക്കി. ഫൈനലി ഹി വാസ് ഏബിൾ ടു മൂവ് ഇറ്റ് ആൻഡ് സേവ് ദ ക്രോ. അങ്ങനെ കുറേ ശ്രമിച്ചപ്പോൾ എന്താ സംഭവിച്ചത്, ആ ബ്രാഞ്ചിനെ നമുക്ക് അപ്പുറത്തേക്ക് റോക്കിക്ക് തട്ടി മാറ്റാൻ കഴിഞ്ഞു. അങ്ങനെ ക്രോനെ സേവ് ചെയ്തു. ദ ക്രോസ് ഐസ് വെൽഡ് അപ്പ്. ഷീ ലുക്ക്ഡ് അറ്റ് റോക്കി വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. അങ്ങനെ അത് മാറ്റിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ കാക്കയുടെ കണ്ണൊക്കെ ഇങ്ങനെ വളരെ സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു. അത് വളരെ ഗ്രാറ്റിറ്റ്യൂഡ്, വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നമ്മുടെ റോക്കിയെ നോക്കുകയാണ്. ടേക്ക് കെയർ സെഡ് റോക്കി ആൻഡ് വാക്ക്ഡ് അവേ. അങ്ങനെ റോക്കി പറഞ്ഞു, നീ ടേക്ക് കെയർ, നീ റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് റോക്കി അവിടെ നിന്നും പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് വുഡ് യു ഡു ഇഫ് യു വേർ ഇൻ റോക്കീസ് പ്ലേസ്? റോക്കിയുടെ പ്ലേസിൽ നിങ്ങളാണെങ്കിൽ നിങ്ങളപ്പോൾ എന്താ ചെയ്യുക? ഇതന്നെ ആയിരിക്കും അല്ലേ ചെയ്യുക. ആ ബ്രാഞ്ച് അവിടെ നിന്നും മാറ്റിയിട്ട് നമ്മുടെ ക്രോനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നോക്കൂ അല്ലേ. അപ്പോൾ അതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി ഇതിലെ കുറച്ച് വേൾഡ് ഓഫ് വേർഡ്സ് തന്നിട്ടുണ്ട്. പുസ്, ചൂ, ഡ്രഞ്ച്, ഫെഡപ്പ്, ഹാർമണി, ഹേർട്ട്, മെൽറ്റഡ്, ഹിസ്, ഹൗള്, ഇറിറ്റേറ്റ്, മോക്ക്, മഞ്ച്, നോട്ടീസ്, സ്ക്രാച്ച്, സ്മാഷ്, സ്നാച്ച്, സ്നിഫ്, സ്വേ, വെല്ലപ്പ്. ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്കിതിൽ നോക്കാനുള്ളത് ആക്ടിവിറ്റീസ് ആണ്. ആക്ടിവിറ്റീസ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാം കാണുക. അതുപോലെ തന്നെ ഓരോ പ്ലേലിസ്റ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഓരോ സബ്ജക്റ്റ് വൈസ് നോക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.